കോൺഗ്രസിന് ഇപ്പോൾ കഷ്ടകാലമാണ്. പ്രത്യേകിച്ച് കോടതിയിൽ നിന്ന് നിരന്തരം തിരിച്ചടി നേരിട്ടുകൊണ്ടിരിക്കുന്ന കാലം. സുപ്രീം കോടതി മുതൽ ഹൈക്കോടതി വരെയാണ് തിരിച്ചടി നേരിട്ടുകൊണ്ടിരിക്കുന്നത്. നവകേരള സർവേ, അതിനുശേഷം മുഖ്യമന്ത്രി അയച്ച സന്ദേശം, ഇതിനെതിരെയൊക്കെ കോടതിയിൽ പോയി. തിരിച്ചടിയായിരുന്നു സുപ്രീം കോടതിയിൽ നിന്നാണ് ആദ്യം കിട്ടിയത്, അതിനുശേഷം ഹൈക്കോടതിയിൽ നിന്നും. ഇപ്പോഴിതാ പുതിയ വാർത്ത വന്നിരിക്കുന്നു. അത് ഹൈക്കോടതിയിൽ നിന്ന് കോൺഗ്രസിന് ലഭിച്ച തിരിച്ചടിയാണ്. നേരത്തെ കോൺഗ്രസ് പ്രവർത്തകർ, കോൺഗ്രസിൻ്റെ പോഷക സംഘടനാ ഭാരവാഹികൾ എന്നിവരൊക്കെയാണ് കോടതിയെ സമീപിക്കാറുള്ളത്. എന്നാൽ ഇത്തവണ കോടതിയെ സമീപിച്ചത് എറണാകുളം DCC പ്രസിഡന്റാണ് മുഹമ്മദ് ഷിയാസ്. നേരിട്ട് ഹൈക്കോടതിയെ സമീപിച്ചു. എന്തായിരുന്നു ആവശ്യം? സംസ്ഥാന സർക്കാർ PRD വഴി നൽകുന്ന പരസ്യം റദ്ദാക്കണം, പരസ്യം നൽകുന്നത് തടയണം. ഇതാണ് ആവശ്യം. അതിന് ഉദാഹരണമായി ചൂണ്ടിക്കാണിച്ചത് 2011 മുതൽ 16 വരെയുള്ള UDF സർക്കാരിൻ്റെ കാലവും അതിനുശേഷം 10 വർഷം LDF സർക്കാരിൻ്റെ കാലവും താരതമ്യം ചെയ്തുകൊണ്ടുള്ള പരസ്യം. എന്ന് വെച്ചാൽ UDF കാലത്തെ ഇരുണ്ട കാലം, UDF കാലത്ത് കേരളത്തിൽ നടന്ന സംഭവങ്ങൾ, എന്നാൽ LDF സർക്കാരിൻ്റെ കാലത്ത് നടന്ന സംഭവങ്ങൾ രണ്ടും താരതമ്യം ചെയ്തുകൊണ്ടാണ്, ഓരോ വകുപ്പും താരതമ്യം ചെയ്തുകൊണ്ടാണ് പരസ്യം നൽകിയത്. അങ്ങനെ പരസ്യം നൽകാൻ പാടില്ല. PRD എന്നത് സർക്കാരിൻ്റെ ഭാഗമാണ്, സർക്കാർ ഡിപ്പാർട്ട്മെൻറ്റാണ്. അങ്ങനെയുള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റ് എങ്ങനെയാണ് മുൻ സർക്കാരിനെതിരെ പരസ്യം കൊടുക്കുക, മുൻ സർക്കാരിൻ്റെ ന്യൂനതകൾ മാത്രം എടുത്ത് പരസ്യമാക്കുക തുടങ്ങിയ ചോദ്യങ്ങളാണ് കോൺഗ്രസ് നേതാക്കൾ ചോദിച്ചത്. പരസ്യമായും ഇത് സംബന്ധിച്ച് സംവാദങ്ങൾ നടന്നിരുന്നു, അന്തിച്ചർച്ചകൾ ചാനലുകൾ നടത്തിയിരുന്നു. അവർക്ക് കിട്ടാവുന്ന വിഷയം, സർക്കാരിനെതിരെ എന്തെങ്കിലും കിട്ടിയാൽ അത് വലിയ ചർച്ചയാക്കി മാറ്റുക എന്നത് കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങളുടെ രീതിയാണ്. അതനുസരിച്ച് അവർ പ്രവർത്തിച്ചു. വലിയ ചർച്ച നടന്നു കുറച്ച് ദിവസം. അങ്ങനെയാണ് മുഹമ്മദ് ഷിയാസ് DCC പ്രസിഡന്റ് കോടതിയെ സമീപിച്ചത്, ഹൈക്കോടതിയെ സമീപിച്ചത്. ഹൈക്കോടതിയിൽ നിന്ന് കോടതിയുടെ നിർദ്ദേശം വന്നിട്ടുണ്ട്. അത് ഇങ്ങനെയാണ്: സർക്കാർ പരസ്യം തടയണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ പ്രതിപക്ഷത്തിന് തിരിച്ചടി. പരസ്യം തടയാൻ കോടതി തയ്യാറായില്ല. ഹർജി നിലനിൽക്കുമോ എന്നതിൽ സംശയമുണ്ടെന്ന് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കി. എറണാകുളം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് ആണ് സർക്കാർ പരസ്യത്തിനെതിരെ കോടതിയെ സമീപിച്ച് തിരിച്ചടി വാങ്ങിയത്. രണ്ട് സർക്കാരുകളെ താരതമ്യം ചെയ്യുന്ന വിധത്തിലുള്ള PRD പരസ്യം നിയമവിരുദ്ധമാണെന്ന് പ്രഖ്യാപിക്കണം എന്നായിരുന്നു DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിന്റെ ഹർജിയിലെ ആവശ്യം. ഇടക്കാല ഉത്തരവിലൂടെ പരസ്യം തടയണമെന്നും ഹർജിയിൽ ആവശ്യപ്പെട്ടിരുന്നു. രണ്ട് ആവശ്യവും കോടതി പരിഗണിച്ചില്ല. ഇടക്കാല ഉത്തരവിനായി വാദിച്ച DCC പ്രസിഡന്റിനോട് ഈ ഹർജി തന്നെ നിലനിൽക്കുമോ എന്ന് സംശയമുണ്ടെന്ന് കോടതി പറഞ്ഞു. ആക്ഷേപം പ്രഥമദൃഷ്ട്യാ നിലനിൽക്കുമെന്ന് ബോധ്യപ്പെടുന്നില്ലെന്ന് വ്യക്തമാക്കിയ കോടതി ആവശ്യം പൊതുതാൽപര്യ ഹർജിയിലൂടെ ഉന്നയിക്കാനാകുമോ എന്ന് ആദ്യം പരിശോധിക്കുമെന്നും പറഞ്ഞു. PRD രേഖകൾ ഹാജരാക്കാൻ നിർദ്ദേശിക്കണമെന്ന ആവശ്യവും കോടതി അംഗീകരിച്ചില്ല. സർക്കാരിനോട് 10 ദിവസത്തിനകം നിലപാട് അറിയിക്കാനും കോടതി നിർദ്ദേശിച്ചു. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ചിൻ്റെതാണ് നടപടി. ഹർജിയിൽ വിശ്വസിക്കാൻ തക്ക കേസുണ്ടെന്ന് കോടതിക്ക് തോന്നുന്നില്ല എന്നുകൂടി ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കിയതോടെ ഹർജിക്കാരനായ DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിന് കനത്ത തിരിച്ചടിയായി മാറുകയും ചെയ്തു. ഇതാണ് വാർത്ത. മുഹമ്മദ് ഷിയാസ് DCC പ്രസിഡന്റ്, കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ്, നേരിട്ടാണ് കോടതിയെ സമീപിച്ചത്. കോടതി ചോദിച്ചു, ഈ ഹർജി നിലനിൽക്കുമോ എന്ന് പോലും സംശയമുണ്ട് എന്ന്. നടപടിക്രമം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി സർക്കാരിനോട് വിശദീകരണം തേടിയിട്ടുണ്ട്. 10 ദിവസത്തിനകം വിശദീകരണം നൽകാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. കോടതിയുടെ ഈ നിഗമനങ്ങൾ ഒരു കാര്യം വ്യക്തമാക്കുന്നു: കേസ് തള്ളും. കോൺഗ്രസിന് വീണ്ടും തിരിച്ചടിയാകും. അത് ലഭിക്കുന്നത് തെരഞ്ഞെടുപ്പിന്റെ മൂർധന്യഘട്ടത്തിലാകും എന്നുകൂടി അറിയുമ്പോഴാണ് കോൺഗ്രസിനുണ്ടാക്കുന്ന ക്ഷീണം എത്രമാത്രമായിരിക്കും എന്ന് അറിയുന്നത്. എന്ന് വെച്ചാൽ നിയമപരമായി സർക്കാർ നടത്തുന്ന എല്ലാ പരിപാടികളെയും എതിർക്കുക എന്ന രീതി കോൺഗ്രസ് സ്വീകരിച്ചിട്ടുണ്ട്. സത്യത്തിൽ കോൺഗ്രസ് നേതാക്കളെ കുഴിയിൽ ചാടിക്കുന്നത് എനിക്ക് തോന്നുന്നു കേരളത്തിലെ മാധ്യമങ്ങളാണ് എന്നാണ്. മാധ്യമങ്ങളാണ് ഡാറ്റ ചോർന്നു എന്ന് പറഞ്ഞ് വലിയ വാർത്ത നൽകുന്നത്. അതിനുശേഷം നവകേരള സർവേ എന്നത് സർക്കാരിൻ്റെ ഫണ്ടെടുത്ത് ദൂർത്തടിക്കുന്നു എന്ന വലിയ വാർത്ത നൽകിയത്. വാർത്ത കേട്ടപാടെ കോൺഗ്രസ് നേതാക്കൾ അത് ഏറ്റെടുക്കുകയും നേരെ കോടതിയിലേക്ക് പോവുകയും ചെയ്യും. പത്രങ്ങളിൽ വരുന്ന വാർത്തകൾ മുഴുവൻ സത്യമാണ്, കൃത്യമായ തെളിവുകളുടെയും വസ്തുതകളുടെയും അടിസ്ഥാനത്തിലാണ് വാർത്ത കൊടുക്കുന്നത് എന്നൊക്കെ ധരിച്ചാണ് കോൺഗ്രസ് നേതാക്കൾ അതുമെടുത്ത് നേരെ കോടതിയിലേക്ക് പോകുന്നത്. അവിടെ വെച്ചാണ് ഈ തിരിച്ചടി ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും അവസാനത്തെ അടിയാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. ഇത് ഒരു ചെറിയ അടി മാത്രമാണ്. വലിയ അടി പിറകെ വരുന്നുണ്ട് 10 ദിവസത്തിന് ശേഷം.